ആമേൻ. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു പ്രാവശ്യം കൂടെ ക്ലാസ്സായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. പ്രത്യേക ഔദ്യോഗിക തിരക്കുകളുടെ നടുവിലും സമയം കണ്ടെത്തി ഇപ്രകാരം ക്ലാസ്സിന് കയറിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെ ദൈവം സ്വർഗ്ഗദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൗൺസിലിങ്ങിന്റെ എന്നുള്ളത് നമ്മൾ മുഖവുരയായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിന് എന്താണ് ക്രൈസിസ് കൗൺസിലിംഗ്, ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ ഘടകങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് എന്നതാണ്. ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്, പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നതാണ് മലയാളത്തിൽ പറയുമ്പോൾ. പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പോ ഈ പ്രതിസന്ധി പറഞ്ഞു. ടൈപ്സ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് 3 തരത്തിൽ പറഞ്ഞായിരുന്നു. ഒരു മിനിറ്റ്. ടൈപ്പ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് പറയാമോ? 3 സാഹചര്യം വിലയിരുത്തുക, ബോധവൽക്കരിക്കുക, അതാണോ? വ്യക്തിഗത പ്രതിസന്ധി, കുടുംബ പ്രതിസന്ധി, ഗ്രൂപ്പ് പ്രതിസന്ധി. അതെ. അതിനകത്ത് പേഴ്സണൽ ക്രൈസിസിനെ പറ്റി 2 ലൈൻ സാറ് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ് നിർത്തി. ഓക്കെ, ഒരു മിനിറ്റ്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഞാൻ അത് ഓർത്തു, ഞാനത് പഠിപ്പിച്ചു കഴിഞ്ഞെന്നാ ഓർത്തെ. ഓക്കെ, ഓക്കെ. ടൈപ്സ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലേ? പ്രതിസന്ധി കൗൺസിലിംഗിന്റെ വിവിധ രീതികൾ എന്നതാണ്. അത് 3 ഇടപെടലാണുള്ളത്. പ്രതിസന്ധികളാണ്. വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ, അതുപോലെ തന്നെ കുടുംബ പ്രതിസന്ധി ഇടപെടൽ, ഗ്രൂപ്പ് പ്രതിസന്ധി ഇടപെടൽ. അപ്പോൾ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അത് എഴുതിയൊന്ന് വായിക്കാമോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ. പ്രതിസന്ധിയിലായ ഒരു വ്യക്തിയെ നേരിട്ട് പിന്തുണയ്ക്കുന്ന രീതിയാണ് ഇത്. അടിയന്തര ആവശ്യങ്ങളിലും വൈകാരിക പിന്തുണയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത്രേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്തമായ പ്രതിസന്ധിയാണ് ഓരോരുത്തർക്കും അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിക്കുള്ള പ്രയാസം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് നമുക്ക് ചെറിയ ഒരു മാറ്റർ ആയിരിക്കാം. പക്ഷെ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷം, അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. അപ്പോ ഈ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ടെക്നിക്സ് അല്ലെങ്കിൽ ടൈപ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ള ടൈപ്സ് ആണുള്ളത്. ഒന്ന് വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ളത്, പിന്നെ ഗ്രൂപ്പ് പ്രതിസന്ധി ഇടപെടൽ എന്നുള്ളതാണ്. അപ്പോ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ, പ്രതിസന്ധിയിലായ ഒരു വ്യക്തിയെ നേരിട്ട് പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണ് അവർക്ക്. അപ്പോൾ തന്നെ ക്രൈസിസ് കൗൺസിലിംഗ് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ പഠിച്ചു കഴിഞ്ഞു. പ്രതിസന്ധിയിലായ ഒരു വ്യക്തിയെ വൈകാരിക പിന്തുണയും സഹായവും നൽകുന്ന പ്രക്രിയയാണ് പ്രതിസന്ധി കൗൺസിലിംഗ് എന്നുള്ളത്. അപ്പോൾ പ്രതിസന്ധിയിലായ ഒരു വ്യക്തിക്ക് അവരെ അടിയന്തരമായ സഹായവും പരിഹാരവും നൽകുകയും അതുപോലെ തന്നെ അവരുടെ മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് അവരെ
സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇത് വ്യക്തിയുടെ അടിയന്തര ആവശ്യങ്ങൾ വൈകാരിക പിന്തുണ നൽകുക, അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നേരിടാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതാണ് ഈ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടലിന്റെ രീതി എന്ന് പറയുന്നത്. വ്യക്തിയുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുക. ആ ലക്ഷ്യം ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിച്ചായിരുന്നു? വ്യക്തിഗത അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുക, വൈകാരിക പിന്തുണ നൽകുക. 3, അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്. അപ്പോൾ ഓരോരുത്തരും പ്രതിസന്ധിയെ നേരിടുന്നത് ഒരേ രീതിയിലായിരിക്കുകയില്ല. അപ്പോൾ ഇപ്പം മെഡിസിൻ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരേ രീതിയിലുള്ള ഒരേ അസുഖമായിരിക്കും, പക്ഷെ ഒരേ രീതിയിലുള്ള മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഗുണകരമാകുകയില്ല, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ഓരോ വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ, നേരിടുവാൻ, അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് നേരിടുവാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രതിസന്ധി കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രയാസങ്ങളെ നേരിടുവാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടലിനെ അതിലും എല്ലാ കൗൺസിലിംഗ് ഇടപെടലുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൗൺസിലിംഗ് എന്ന വ്യക്തി അവർ പറയുന്ന പ്രയാസമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എനിക്കൊന്ന് ആരുടെ മൈക്ക് ഓണാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ജോബ് വിക്ടർ അജന്റെ എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടലിനെ അത് സാങ്കേതിക വിദ്യകളിൽ പലപ്പോഴും സജീവമായ ലിസണിങ്, നമ്മൾ ശ്രദ്ധിക്കുക, അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് ശ്രവിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സഹാനുഭൂതി, എമ്പതി എന്ന് പറഞ്ഞാൽ ഒരു 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 വ്യക്തി ഒരു പ്രയാസം പറയുമ്പോൾ ആ പ്രയാസം നമ്മുടെ പ്രയാസമാണെന്ന്, അല്ലെങ്കിൽ ഞാനാണ് ആ പ്രയാസത്തിലൂടെ കടന്നു പോയാൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നത് നാം ചിന്തിച്ചിട്ട് അപ്പോൾ നമ്മുടെ പരിഹാരം അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്നതായിരിക്കണം മറുപടി. അതാണ് സഹാനുഭൂതി എന്നുള്ളത്. പിന്നെ പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഈ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടലിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ വ്യക്തിയുടെ അനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകാൻ ഈ രീതി അനുവദിക്കുന്നു. അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനും അത് എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സുരക്ഷിതമായ ഇടം അത് നൽകുന്നു. അപ്പോൾ തന്നെ പ്രതിസന്ധിയിൽ ആയ വ്യക്തി നമ്മൾ ശ്രദ്ധാപൂർവം അവരെ ലിസണിങ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എമ്പതറ്റിക് ആയിട്ടുള്ള ആ ഒരു മനോഭാവത്തോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തി വളരെ ഓപ്പൺ ആയിട്ട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തുറന്നു പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഓപ്പൺനെസ് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ മനസ്സിലൊരു ഫ്രീനെസ്, അവിടെ ഫ്രീ ആയിട്ട് ഒരു ഭാരം കുറഞ്ഞതുപോലുള്ള അനുഭവം വ്യക്തിക്ക് അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. ചിലരെ സംബന്ധിച്ചിടത്തോളം വികാരഭരിതരാകും, കോപിഷ്ഠനാകും. ചിലപ്പോൾ അവരെ ചിന്തിക്കും അവരോട് എതിർത്ത വ്യക്തി ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ വികാരഭരിതരാകാനായിട്ടിടയാകും. അപ്പോൾ നമ്മൾ ആസ് എ കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ അത് മുൻവിധിയോട് കാണുകയോ അല്ലെങ്കിൽ തിരിച്ച് വികാരഭരിതരാകാതെ ആ വ്യക്തി ഒരു ഹീലിംഗ് അവിടെ നടക്കുകയാണ്. അവർക്ക് ഇമോഷൻ പ്രകടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവര് പ്രയാസം ഒത്തിരി ഭാരം വന്നിട്ട് അവർക്ക് കരയേണ്ട അനുഭവം ഉണ്ടാവും. അപ്പോൾ കൗൺസിലർ എന്ത് ചെയ്യണം? ഒരു ലാഘവത്തോടുകൂടി ഇരിക്കുകയോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രീതിയിൽ
ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഓ, ഞാനൊരു പ്രശ്നക്കാരനും അല്ല, ഈ വ്യക്തിക്ക് ഇത്രമാത്രം പ്രശ്നമുള്ള വ്യക്തിയായിരുന്നു എൻ്റെ അടുക്കൽ ഇരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കക്ഷിക്ക് അത് മനസ്സിലാകും. അത് അവരുടെ പ്രശ്നങ്ങളുടെ തീവ്രത കൂട്ടുകയുള്ളൂ, കുറയ്ക്കുകയില്ല. അപ്പോ ഈ എന്തുവാ ഈ എക്സ്പ്രഷൻ, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ, പ്രകടിപ്പിക്കാനായിട്ടുള്ള അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാവകാശം നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ അവർ ആ ഒരു വിഷമം കൊണ്ട് ചിലപ്പോൾ കുറെ സമയം സൈലന്റ് ആയിരിക്കും, മിണ്ടാതിരിക്കും. അപ്പോൾ കൗൺസിലർ ഒരു എന്തോ ഒരു ഹറിയായിട്ട് പെരുമാറരുത്. ആ ഒരു സൈലൻസിനെ നമ്മൾ വീക്ഷിക്കണം. അവരുടെ സംസാര ഭാഷ, ആംഗ്യ ഭാഷ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച ശേഷം അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ച കാര്യമാണ്, ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ ഇരിക്കുമ്പോൾ, ഒരു പക്ഷെ നമ്മുടെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അവരുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അവർ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, ആംഗ്യ ഭാഷയിലൂടെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് അതിനൊക്കെ ചെറിയ ടെക്നിക്സ് ഉണ്ട് അത് മനസ്സിലാക്കാനായിട്ട്. അത് നമ്മൾ പഠനത്തിന്റെ ഉള്ള ബന്ധത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടലിനെ സാങ്കേതിക വിദ്യകളിൽ പലപ്പോഴും സജീവമായ ശ്രവണം, സഹാനുഭൂതി, പ്രായോഗിക മാർഗനിർദ്ദേശം നൽകൽ എന്നിവ ഉൾപ്പെടുന്നു. വ്യക്തികളുടെ അനുഭവങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകാൻ ഈ രീതികൾ അനുവദിക്കുന്നു. അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അതിനെ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സുരക്ഷിതമായ ഒരിടം ഇത് നൽകുന്നു. അപ്പോൾ വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ എന്ന് പറയുന്നത് ആ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. നമുക്കൊരിക്കലും ഒരു കൗൺസിലർ എന്ന നിലയിൽ പ്രയാസമായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഒത്തിരി പ്രതിസന്ധികൾ കാണും. പക്ഷെ പ്രയാസങ്ങളെ നമ്മൾ വലുതായിട്ട് കാണാതെ ആ വ്യക്തിക്ക് പ്രാധാന്യത കൊടുക്കുക. അപ്പോൾ ഈ വ്യക്തിഗത അല്ലെങ്കിൽ പേഴ്സൺ സെന്റേഡ് പേഴ്സണൽ കൗൺസിലിംഗിൽ, വ്യക്തിഗത കൗൺസിലിംഗിൽ വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യത കൊടുത്ത് പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൗൺസിലറിന്റെ റോൾ. അപ്പോൾ പ്രശ്നങ്ങളെ തീവ്രത കുറയ്ക്കണമെങ്കിൽ അവർ പറയുന്ന പ്രയാസങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാനും അത് സഹാനുഭൂതിയോടെ, എമ്പതറ്റിക്കൽ ആറ്റിറ്റ്യൂഡോടുകൂടെ ശ്രദ്ധിക്കാനും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ, എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിഗത പ്രതിസന്ധി കൗൺസിലിംഗ് വളരെ ഫലപ്രദമായി തീരപ്പെടുവാനായിട്ട് ഇടയാകും. ഓക്കെ. ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് 1-2 പേരൂടെ പുതുതായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അവരെ നമുക്ക് അവസാനം പരിചയപ്പെടാം. ചിലപ്പോൾ അവർക്ക് ഈ ക്ലാസ്സിന് പിക്കപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലോട്ട് അത് മേക്കപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് ക്രൈസിസ് കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ടൈപ്സ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് ആണ്. 3 വിധ രീതിയാണ്: വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ, കുടുംബ പ്രതിസന്ധി ഇടപെടൽ, ഗ്രൂപ്പ് പ്രതിസന്ധി ഇടപെടൽ, ഗ്രൂപ്പ് ക്രൈസിസ് കൗൺസിലിംഗ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. കുടുംബ പ്രതിസന്ധി ഇടപെടൽ, ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ്. ഓക്കെ. കുടുംബ പ്രതിസന്ധി ഇടപെടലിൽ കുടുംബ ചലനാത്മകതയോ ബാധിച്ചതോ ആയ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുഴുവൻ കുടുംബവുമായി പ്രവർത്തിക്കുന്നത് കുടുംബ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രയാസം വരുമ്പോൾ ഒരു വ്യക്തിയല്ല അതിൽ ഉൾപ്പെടുന്നത്, ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം അതിൽ ബാധകമാകും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ
വ്യക്തിക്കല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, ആ കുടുംബത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിക്കണം, ഒരുമിച്ച് നിർത്തി. അത് പറയാം, ഞാൻ ആ സെന്റൻസ് പറയാം, നിങ്ങൾ എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കുടുംബ പ്രതിസന്ധി ഇടപെടലിൽ കുടുംബ പ്രതിസന്ധി ഇടപെടലിൽ കുടുംബ ചലനാത്മകതയെ ബാധിക്കുന്നതോ ബാധിച്ചതോ ആയ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മുഴുവൻ കുടുംബമായും പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതാണ് ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ കുടുംബ പ്രതിസന്ധി ഇടപെടൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രയാസം അത് കുടുംബത്തെയും ബാധിക്കും. ഒരു കുടുംബമായിട്ട് ആയിരിക്കുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രയാസം ആ കുടുംബത്തെ ബാധിക്കും. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രയാസം ആ കുടുംബത്തെയും ബാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും. ഒരു സ്നേഹമുള്ള കുടുംബമാണെങ്കിൽ, പരസ്പരം കരുതലും സ്നേഹവും അംഗീകാരവും ഇല്ലാത്ത കുടുംബമാണെങ്കിൽ അവർക്കുള്ള പ്രശ്നം അവൻ തന്നെ തീർക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഒരു പണ്ടൊക്കെ അല്ലേ കൂട്ടുകുടുംബമായിരുന്നു. പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അപ്പോ ഒരു കൗൺസിലറെ തേടി പോകത്തില്ല, അവിടുത്തെ കാരണവർ തന്നെ അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞും ഒക്കെ അവിടെ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഇന്നത്തെ കുടുംബവും പഴയ കുടുംബമായിട്ട് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റത്തില്ല. ഇന്ന് അണുകുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്, ന്യൂക്ലിയർ ഫാമിലി ആയിട്ട്. ഭാര്യ ഭർത്താവ് 1-2 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിട്ട് മാറി. പക്ഷെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കൗൺസിലറുടെ എണ്ണം കൂടുന്നു, കൗൺസിലിംഗ് ക്ലിനിക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഉള്ള കാലമാണ്. അപ്പോ കുടുംബ പ്രതിസന്ധി ഇടപെടലിൽ കുടുംബ ചലനാത്മകതയെയോ ബാധിക്കുന്നതോ ബാധിച്ചതോ ആയ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഒരുമിച്ച് ഇടപെടൽ നടത്തുന്ന രീതിയാണ് ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഒരു വ്യക്തി ഇതിൽ ചിലപ്പം കുടുംബം മൊത്തം ഇൻവോൾവ് ആകണമെന്നില്ല. പ്രയാസത്തിന് 1-2 വ്യക്തി ആയിരിക്കും. ചിലപ്പം പലപ്പോഴും കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം അത് പേരൻസിനെ ഒത്തിരി അത് ബാധിക്കും, അല്ലെ? ചിലപ്പോ പിതാവിന്റെ മദ്യപാനവും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളായിരിക്കാം. അതും കുടുംബത്തെ ഒരു ആരോഗ്യകരമായ കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ട് അത് അസന്തുലിത ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരാൾക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ അനുസരണക്കേടോ അല്ലെങ്കിൽ അവരുടെ പഠന വൈകല്യമോ വിലയിരുത്താൻ ഇവിടെ ശക്തമായ മഴ പെയ്യാണ്. ശബ്ദത്തിന് ഡിസ്റ്റർബ് വരികയാണെങ്കിൽ പറയണം, ഞാനത് ഇച്ചിരിയുടെ എല്ലാ കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്യും. അപ്പോ കുഞ്ഞുങ്ങൾ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ പിതാവിനെയും മാതാവിനെയും ഒരുമിച്ച്, അല്ലെ, അവരെ വിളിച്ച് അതിൻ്റെ രീതിയിൽ ഇടപെടുകയും പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെയും അവർ ചെയ്യേണ്ട, ഓരോ ഫാമിലി ആകുമ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവ് നിലയിൽ പിതാവെന്ന നിലയിൽ പിതാവിന്, ഭർത്താവ് എന്ന നിലയിൽ ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഭാര്യ എന്ന നിലയിൽ, ഒരു മാതാവ് എന്ന നിലയിൽ, ഒരു കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ അവർക്കും ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു കുടുംബം അതിൻ്റെതായ ഭദ്രതയിൽ പോകാനായിട്ട് ഇടയാകുന്നത്.
പക്ഷെ അങ്ങനെ വരാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആണ് പ്രതിസന്ധികൾ ഒത്തിരി വർദ്ധിക്കുന്നത്. ആ പ്രതിസന്ധികളെ പരിഹരിക്കാൻ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്താൽ ശരിയാകത്തില്ല. അവര് ഒരുമിച്ച് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ പരിഹാരങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഒരു രീതിയാണ് കുടുംബ പ്രതിസന്ധി ഇടപെടൽ അല്ലെങ്കിൽ ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ് ലക്ഷ്യം എന്ന് പറയുന്നത് കുടുംബ കൗൺസിലിംഗ് മധ്യസ്ഥത അല്ലെ. അപ്പോൾ ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ. അത് ചിലപ്പോൾ ഒരു പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മുതിർന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം, അതാര് തന്നെ ആയിക്കൊള്ളട്ടെ. ചിലപ്പം പിതാവ് തന്നെ ആ കുടുംബത്തെ ഇന്നതാണ് നമ്മുടെ പ്രയാസം, പ്രശ്നം, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആകും. ചിലപ്പോൾ മാതാവായിരിക്കാം, ചിലപ്പം ആ ഭവനത്തിൽ തന്നെ മൂത്ത കുഞ്ഞായിരിക്കാം. അതാര് തന്നെ ആണെങ്കിലും നല്ല ആശയങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാനും അത് അംഗീകരിക്കാനും നാം തയ്യാറാകുമ്പോഴാണ് ഒരു കുടുംബം നല്ല രീതിയിൽ ആരോഗ്യകരമായ ഒരു കുടുംബം നമുക്ക് നിലനിർത്താനായിട്ട് കഴിയുന്നത്. ഒന്ന്, കുടുംബ കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മധ്യസ്ഥത. അടുത്ത, ആശയവിനിമയ തന്ത്രങ്ങൾ വികസിപ്പിക്കൽ, കമ്മ്യൂണിക്കേഷൻ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ തന്ത്രങ്ങൾ വികസിപ്പിക്കൽ. അപ്പോ ഈ ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്. അപ്പോൾ തന്നെ മിക്ക കുടുംബങ്ങളുടെയും പ്രശ്നം, നമുക്കറിയാം, ഒരു കൗൺസിലിങ്ങിന് വരുന്ന ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന പ്രയാസം ആയിരിക്കത്തില്ല യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് പ്രോബ്ലം. എനിക്ക് ഇന്നതാണ് വിഷയം, ഇന്നതാണ് വിഷയം, ഓക്കെ എന്ന് പറഞ്ഞു വരും. പക്ഷേ നമ്മൾ ടോട്ടലായിട്ട് ഒരു വിഷയം ഒരു കുടുംബത്തെ കുറിച്ച് എടുക്കുമ്പോൾ അതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ആശയവിനിമയത്തിന്റെ കുറവാണ്, അപര്യാപ്തതയാണ്. എന്ന് പറഞ്ഞാൽ 3 പേർ 4 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയാണല്ലേ. മിക്കപ്പോഴും പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി കാണും. അപ്പോ കുഞ്ഞുങ്ങളും പഠനം കഴിഞ്ഞ് ഭവനത്തിൽ വരും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് കിട്ടുന്നില്ല, ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ചില ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം സമയം ഉണ്ടെങ്കിൽ തന്നെ ആശയവിനിമയം ഒരുമിച്ചിരുന്ന് ചെയ്യാനായിട്ട് അവർ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഫാമിലി ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ അത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളുടെ ധാരണ, പിന്തുണ, സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുക. കുടുംബാംഗങ്ങളുടെ ധാരണ, പിന്തുണ, സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുക എന്നതൊക്കെയാണ് ലക്ഷ്യം. അപ്പോ സംഘർഷങ്ങൾ ഒഴിവാക്കി പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പിന്തുണയുള്ള ഒരു ഭവനാന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ് സഹായമാകുന്നു. സംഘർഷങ്ങൾ പരിഹരിക്കാനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരിഹരിക്കുന്നതിലും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പിന്തുണയുള്ള ഒരു ഭവനാന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫാമിലി ക്രൈസിസ് കൗൺസിലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഭവനത്തിലെ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തുന്നതിനും
നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഭവനത്തിലുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വ്യക്തി മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അവര് കുടുംബമായിട്ട്. അപ്പോൾ ചില അണുകുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൗൺസിലിങ്ങിന്റെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാവ് പിതാവുണ്ട്, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പട്ടിക്കുട്ടിയും കൂടെ കാണും അല്ലേ. അപ്പോൾ ചില കുടുംബങ്ങൾക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടിയെ കുറിച്ചുള്ള വിഷയമായിരിക്കും അല്ലേ. ഇന്നൊക്കെ കണ്ടിട്ടില്ലയോ, വാഹനങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് അവർ വളർത്തുന്ന ആ പട്ടിക്കുട്ടിക്കാണ്, ആൾക്കാരിരിക്കുന്ന പുറകിലാണ്. ബൈക്കിലാണെങ്കിലും നല്ല സീറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്രൈസിസ് കൗൺസിലിംഗ് വരുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കൗൺസിലിംഗിൽ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പ് ക്രൈസിസ് ഇന്റർവെൻഷൻ. ഗ്രൂപ്പ് ക്രൈസിസ് ഇന്റർവെൻഷൻ സാമൂഹ്യ പ്രതിസന്ധി ഇടപെടൽ. സാമൂഹ്യ പ്രതിസന്ധി ഇടപെടൽ. അപ്പോൾ സാമൂഹ്യ പ്രതിസന്ധി നേരിട്ട ആളുകളുടെ കൂട്ടങ്ങൾക്കാണ് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള പ്രതിസന്ധി ഇടപെടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിച്ചവർ, പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ മാത്രമല്ല നേരിടുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നാട്ടിൽ തന്നെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അല്ലേ. അപ്പോൾ ഒരു ദേശത്തെ, ഒരു കൂട്ടത്തെ, ഒരു സമൂഹത്തെ മൊത്തം അവരുടെ ആ ജീവിതത്തെ താറുമാറാക്കി. അത് ആ വ്യക്തികൾക്ക് തീരാ നഷ്ടവും അതിനേക്കാൾ അപ്പുറമായിട്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ക്രൈസിസ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ സാമൂഹിക പ്രതിസന്ധി ഇടപെടൽ എന്ന ആ ഒരു രീതി ഡെവലപ്പ് ചെയ്തത്. ഇത് സാമൂഹ്യ ക്രമീകരണം, സമൂഹ ബോധവും സാമൂഹ്യ ബോധവും ബോധവൽക്കരണവും അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടേതായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും, വ്യക്തമായ ധാരണയും നൽകുന്നു. ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ വ്യക്തികൾക്ക് അവരുടേതായ പ്രതിസന്ധി തുറന്നു പറയാനും അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും മറ്റുള്ളവർ അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ പറയുമ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങൾ ഒക്കെ അവർ പറയുമ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള ചർച്ചകൾ, കൂട്ടായ പ്രശ്ന പരിഹാരം, അതുപോലെ സമപ്രായക്കാരുടെ പിന്തുണ, നാം അനുഭവിക്കുന്ന അതേ പ്രശ്നം അനുഭവിച്ചവർ ഉള്ള ഒരു കൂട്ടം ആൾക്കാർ, അപ്പോൾ ഈ വിധം പ്രതിസന്ധി അനുഭവിച്ച വ്യക്തികൾക്ക് പ്രതിരോധ ശേഷിയും ഐക്യദാർഢ്യവും വളർത്തിയെടുക്കുന്നതിനാണ് ഗ്രൂപ്പ് ക്രൈസിസ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ സാമൂഹിക പ്രതിസന്ധി ഇടപെടൽ എന്ന രീതി സഹായമാകുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നോ മറ്റ് ഇതര തത്തുല്യമായ പ്രതിസന്ധികളിൽ നിന്ന് കൂട്ടമായിട്ട് പ്രതിസന്ധി അനുഭവിക്കപ്പെട്ട വ്യക്തികൾക്ക് ഐക്യദാർഢ്യവും പ്രതിരോധ ശേഷിയും വളർത്തിയെടുക്കാനായിട്ട് ഒരു പുനർജീവനം എന്നുള്ള രീതി, അത് നമ്മുടേതായ സെന്റൻസിൽ അത് മനസ്സിലാക്കിയാൽ മതി.
ഓക്കെ, അപ്പോ ഇതാണ് മൂന്ന് രീതിയിലുള്ള ക്രൈസിസ് കൗൺസിലിംഗ്. ഒന്ന് വ്യക്തിഗത പ്രതിസന്ധി ഇടപെടൽ, ഫാമിലി ക്രൈസിസ് ഇന്റർവെൻഷൻ ഓർ കൗൺസിലിംഗ്, ഗ്രൂപ്പ് ക്രൈസിസ് ഇന്റർവെൻഷൻ. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാവുന്ന. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല സാറേ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്. ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്, അതിന്റെ മലയാളം പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. ഒന്ന് രണ്ട് ഡെഫിനേഷൻ നമുക്ക് പ്രാരംഭമായിട്ട് എഴുതാം. എന്താണ് സാറേ, പ്രതിസന്ധി? മലയാളം ഒന്നുകൂടെ പറഞ്ഞു. പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പോ ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ആകസ്മികമായി സംഭവിക്കുന്ന മാനസിക വിഷമതയോ മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ. ആകസ്മികമായി സംഭവിക്കുന്ന മാനസിക വിഷമതയോ മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് നൽകുന്ന അടിയന്തരമായ സഹായ രീതിയാണ്. പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. അപ്പോ ഈ പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, പ്രതിസന്ധി ആഘാതത്തിൽ നിന്നും മോചിപ്പിക്കുക. പ്രതിസന്ധി ആഘാതത്തിൽ നിന്നും വ്യക്തികളെ മോചിപ്പിക്കുക. രണ്ട്, താൽക്കാലികമായി മാനസിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. താൽക്കാലികമായി മാനസിക സമതുലിത അവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. മൂന്ന്, പ്രശ്ന പരിഹാര കഴിവുകൾ കൈവരിക്കാൻ സഹായിക്കുക. പ്രശ്ന പരിഹാര കഴിവുകൾ കൈവരിക്കാൻ സഹായിക്കുക എന്നതാണ്. അപ്പോ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് അല്ലെങ്കിൽ പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നത് ആകസ്മികമായി സംഭവിക്കുന്ന മാനസിക വിഷമതയോ
മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് നൽകുന്ന അടിയന്തരമായ സഹായ രീതിയാണ്. അപ്പോ ക്രൈസിസ് രണ്ട് വിധത്തിൽ സംഭവിക്കാമെന്ന് നമ്മൾ ആരംഭ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഒന്ന് സിറ്റുവേഷണൽ ക്രൈസിസ്, രണ്ട് ഡെവലപ്മെന്റൽ ക്രൈസിസ്. നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ ലൈഫ് സ്പാനിന്റെയും ഘട്ടത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മാനസിക, ശാരീരിക, വൈകാരിക ആയിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. അത് നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ സിറ്റുവേഷണൽ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് താങ്ങാൻ കഴിയാതെ മാനസിക സമ്മർദ്ദത്തിൽ പോലും ആകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വരാം. അപ്പോ ഈ ക്രൈസിസ് ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നത് ആകസ്മികമായി സംഭവിക്കുന്ന മാനസിക വിഷമതയോ മാനസിക അളവുകൾ മറികടക്കുന്ന, നമുക്ക് ഓരോ ഓരോ പദ്ധതി ഉണ്ടല്ലേ, ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നാളത്തെ ദിവസത്തെ കുറിച്ചൊരു കണക്ക് കൂട്ടലുണ്ട്. ഇന്നതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കൊരു വിശ്വാസമാണല്ലേ. ദൈവജനപ്രകാരം നമ്മൾ വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്ന് ബൈബിൾ പറയുന്നുവെങ്കിലും, പക്ഷേ നാളെക്കുറിച്ചൊരു വിശ്വാസം, നമ്മൾ നാളെയും ജീവിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ ആകുലതകളില്ലാതെ വിചാരപ്പെടരുത് എന്നുള്ളത് ആകുലത ഇല്ലാതെ ആയിരിക്കുക എന്നുള്ളതാണ്. ആകുലപ്പെടരുത് എന്നുള്ളതാണ്. ആകുലപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിചാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോ നാളെക്കുറിച്ചുള്ള കരുതലും നമുക്ക് ഉണ്ടാകണം. അപ്പോ നമുക്ക് ചില കണക്കുകൂട്ടലുണ്ട്. പക്ഷേ ഒരു കാര്യം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുമല്ലേ. നമ്മളൊക്കെ പറയാറില്ലേ, ഞാൻ കണക്കുകൂട്ടിയത് പോലെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ എൻ്റെ പദ്ധതികളെല്ലാം തകർന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രതിസന്ധിയായിട്ട് വ്യക്തികൾക്ക് അനുഭവപ്പെടാം. അത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അടിയന്തരമായിട്ട് നൽകുന്ന അല്ലെങ്കിൽ നൽകേണ്ടുന്ന ഒരു സഹായ രീതിയാണ് ക്രൈസിസ് ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ താളം തെറ്റി അല്ലെങ്കിൽ മാനസിക അവസ്ഥ അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ അവർക്ക് അടിയന്തരമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ നൽകിയില്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി മറികടന്ന് ചിലപ്പോൾ ആപത്തിലായിരിക്കും ചെന്നെത്തിക്കുന്നത്. ഈ ആത്മഹത്യയിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ പലരും ആത്മഹത്യ ഇങ്ങനെ പ്രേരണ ഉണ്ടായിരുന്നിട്ട് രക്ഷപ്പെട്ട വ്യക്തികളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത്, ആ സമയത്ത് ഒരാൾ വന്ന് എൻ്റെ കതകിന്റെ ഡോർ തട്ടാതിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അല്ലെങ്കിൽ ഇന്ന ശബ്ദം കേൾക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഇതവിടെ സംഭവിക്കാതിരുന്നെങ്കിൽ. അപ്പോ ആ ഒരു ടെൻഡൻസി മാറാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് നൽകേണ്ടുന്ന, അടിയന്തരമായി നൽകപ്പെടേണ്ടുന്ന ഒരു ഇടപെടലാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്ക് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ അതിന്റെ ആഘാതത്തിൽ നിന്നും വ്യക്തിയെ മോചിപ്പിക്കുക, ഒന്ന്. രണ്ട്, താൽക്കാലികമായി മാനസിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ അവരെ സഹായിക്കുക. മൂന്ന്, പ്രശ്ന പരിഹാര കഴിവുകൾ കൈവരിക്കാനായിട്ട് അവരെ സഹായിക്കുക എന്നതാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് അല്ലെങ്കിൽ പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നതിന്റെ ലക്ഷ്യം. അപ്പോ ഈ ആകസ്മികമായി ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ അപകടങ്ങൾ, ആക്സിഡന്റ് ഒക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് സംഭവിക്കുന്നത്. ഓരോ സെക്കൻഡിലും ആക്സിഡന്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അത് ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ തീവ്രത ഒത്തിരി വലുതാണ്. ഒരു ആക്സിഡന്റിൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഒരാൾ മാനസിക ക്ഷതത്തിലാണെങ്കിൽ മനോവിദഗ്ധർ അങ്ങേയറ്റ സൂക്ഷ്മതയോടും സാന്ത്വന ഇടപെടൽ വഴി ആ വ്യക്തിയെ തിരിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ക്രൈസിസ് ഇടപെടൽ. അപ്പോ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആകസ്മികമായിട്ടുള്ള പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ
മനോവിദഗ്ധരോ അവരെ സൂക്ഷ്മതയോടും സാന്ത്വനത്തോടുമുള്ള ഇടപെടൽ. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ നല്ലൊരു ഓഫീസുകളിലും ഒരു കൗൺസിലറിന്റെ ഓഫീസുണ്ട്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും മെഡിസിൻ ഫലപ്രദമാകണമെന്നില്ല. അപ്പോൾ രോഗികളുടെ അവരുടെ എല്ലാ രോഗികളും അവരുടെ പ്രയാസം എന്ന് പറയുന്നത് എന്നാലും എനിക്ക് ഈ അസ്വസ്ഥത വന്നല്ലോ എന്നുള്ള ഒരു മാനസിക വിഷമമായിരിക്കാം. ചിലർക്ക് ഇത്രയും മെഡിസിനൊക്കെ എനിക്ക് കഴിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ആ ഒരു മാനസിക തകർച്ചയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ ഒരു മെഡിസിനും സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു വിദഗ്ധ മനോരോഗ ഒരു മനോവിദഗ്ധന്റെ സഹായം, ഒരു കൗൺസിലറുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ഓഫീസുകളിലും ഒരു കൗൺസിലറെ അവർ നിയമിക്കുന്നത്. എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും കൗൺസിലിംഗ് ആവശ്യമാണ്. ജോലിക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, അതിൽ നല്ല റിലീഫ് നൽകുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ഈ ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നത് ഒരു വ്യക്തി വൈകാരികമായി തളർന്നിരിക്കുമ്പോഴും സമ്മർദ്ദത്തിന്റെ ബാധകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, വൈകാരികമായി തളർന്നിരിക്കുമ്പോഴും അതിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കേണ്ട ഘട്ടത്തിൽ ചില ക്രമീകൃത തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനുള്ള അടിയന്തരമായ മാനസിക സഹായം നൽകുന്നത്. അപ്പോ ഈ പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ നാം പഠിക്കുമ്പോൾ ചില പ്രധാന ഘടകങ്ങളുണ്ട്. 5 വിധ പ്രധാന ഘടകങ്ങൾ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിന്റെ പ്രധാന ഘടകങ്ങൾ. 1, ശാന്തത ഉറപ്പാക്കൽ. ബ്രാക്കറ്റിൽ ensuring safety, ensuring safety, safety. ശാന്തത ഉറപ്പാക്കൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് തന്റെ പരിസ്ഥിതി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. വ്യക്തിക്ക് തന്റെ പരിസ്ഥിതി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. 2, ആശ്വാസം നൽകൽ, പ്രൊവൈഡിങ് സപ്പോർട്ട്. ആശ്വാസം നൽകൽ. ഈ പ്രൊവൈഡിങ് സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വിക്ടിമിനെ അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കൽ
കോമ സംവേദനപരമായ ആശ്വാസം നൽകൽ. ആശ്വാസം നൽകൽ, പ്രൊവൈഡിങ് സപ്പോർട്ട്, സംവേദനപരമായ ആശ്വാസം അല്ലെങ്കിൽ വ്യക്തിയെ മനസ്സിലാക്കൽ. അപ്പോൾ വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ്, അല്ലെ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിൽ പ്രധാന ഘടകങ്ങളിൽ 5 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ശാന്തത ഉറപ്പാക്കൽ എന്ന് പറഞ്ഞാൽ എൻഷുറിങ് സേഫ്റ്റി, വ്യക്തിക്ക് തന്റെ പരിസ്ഥിതി സുരക്ഷിതമാണെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുക. 2, ആശ്വാസം നൽകൽ അല്ലെങ്കിൽ സപ്പോർട്ടിങ്, സംവേദനപരമായ ആശ്വാസം അല്ലെങ്കിൽ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നു, ഞാൻ നിന്റെ പ്രയാസം മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് നൽകുക, ഒരു സപ്പോർട്ട്. മൂന്നാമത്തെ കാര്യം ബോധപൂർവം ആവിഷ്കാരത്തിന് സഹായം നൽകൽ. ബോധപൂർവം ആവിഷ്കാരത്തിന് സഹായം, എൻകറേജിങ് എക്സ്പ്രഷൻ. ബോധപൂർവം ആവിഷ്കാരത്തിന് സഹായം, എൻകറേജിങ് എക്സ്പ്രഷൻ. അപ്പോൾ ബോധപൂർവം ആവിഷ്കാരത്തിന് സഹായം എന്നത് വ്യക്തിക്ക് തന്റെ അനുഭവം തുറന്നു പറയാനുള്ള അവസരം നൽകുക. വ്യക്തി തന്റെ അനുഭവം തുറന്നു പറയാനായിട്ടുള്ള അവസരം നൽകുക എന്നതാണ്. നാലാമത്തെ കാര്യം പ്രശ്ന പരിഹാര ശ്രമം. മൂന്നാമത്തെ എഴുതിയില്ലെന്ന് തോന്നുന്നു, അല്ലേ? ബോധപൂർവം ആവിഷ്കാരത്തിന് സഹായം, അത് ബ്രാക്കറ്റിൽ എൻകറേജിങ് എക്സ്പ്രഷൻ ആണ്. അതിന്റെ ബോധപൂർവം ആവിഷ്കാരം സഹായം എന്നത് വ്യക്തിക്ക് തന്റെ അനുഭവം തുറന്നു പറയാൻ അവസരം നൽകുക എന്നതാണ്. ഓക്കെ. നാലാമത്തെ കാര്യം പ്രശ്ന പരിഹാര ശ്രമം. ബ്രാക്കറ്റിൽ പ്രോബ്ലം സോൾവിങ്. ഈ പ്രോബ്ലം സോൾവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. അതൊരു പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പരിഹാരമല്ല, ഒരു ടെമ്പററി ഹെൽപ്പ്, താൽക്കാലിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ലാസ്റ്റ് അഞ്ചാമത്തത് തുടർച്ചയായ പിന്തുണ, ഫോളോ അപ്പ് സപ്പോർട്ട്, ഫോളോ അപ്പ്. അപ്പോൾ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് പരിമിതികളുണ്ട്. ഒരു കൗൺസിലറിന് ഒരിക്കലും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല, സൈക്യാട്രിസ്റ്റിന് മാത്രമേ അത് കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെതായ രീതിക്ക് പഠനം കഴിഞ്ഞവർക്കേ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് നമ്മൾ നമ്മേക്കാൾ വിദഗ്ധരായ മറ്റൊരാളെ റെഫർ ചെയ്യണം. അതാണ് ഫോളോ അപ്പ്, തുടർച്ചയായ പിന്തുണ. ആവശ്യമെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സയിലേക്ക് റെഫർ ചെയ്യുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പാസ്റ്റർ ഉടനെ വിളിക്കും, അല്ലേ? പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ തന്നെ പറയും, ഒരു ആശുപത്രി പോയിരുന്നെങ്കിൽ സമയത്തിന് കുറയുമായിരുന്നെന്നും പറയും. അപ്പോൾ പാസ്റ്റർ അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കാതെ പറയണം, ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ നല്ലൊരു ആശുപത്രി പോകണം, നല്ല ചികിത്സ ദൈവം നിങ്ങൾക്ക് തരും, അല്ലേ എന്ന് പറയണം. ഇപ്പോൾ നമുക്ക് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്, ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ്, നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും ദൈവം വിടുതൽ തന്നാലേ ഉള്ളൂ. പക്ഷേ ദൈവത്തെ പരീക്ഷിക്കരുതെന്നതേ ഉള്ളൂ, അല്ലെ? ചിലർക്ക് മെഡിസിൻ പ്രാർത്ഥിച്ച് കഴിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അല്ലേ? ഒന്നുകിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ മെഡിസിൻ പ്രാർത്ഥിച്ച് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ശനിയാഴ്ച ദിവസം ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമാണല്ലോ, ഈ തലേ കഴിഞ്ഞ് മസാജ് ചെയ്യും. അപ്പൊ ഒറീസയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളി ഇപ്പം അവിടുത്തെ ബിഷപ്പായി, ഒറീസയിലെ. അപ്പോ പുള്ളി
നവരത്നമുണ്ട്, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. പുള്ളി എന്നോട് പറയും, ഓക്കെ മോശ ഇത് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിച്ചിട്ട് തരാൻ പറയും. ഓക്കെ, നമ്മളത് ഫലിതായിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓർക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചില പ്രായമായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണ് ഈ മെഡിസിൻ ഒന്ന് പ്രാർത്ഥിച്ചു തരാനൊക്കെ പറയും അല്ലേ. ഓക്കെ, അത് അവരുടേതായ വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ 5 പ്രധാന ഘടകമാണ്. 1 ശാന്തത ഉറപ്പാക്കൽ, 2 ആശ്വാസം നൽകൽ, 3 ബോധപൂർവം ആവിഷ്കാരത്തിന് സഹായം, 4 പ്രശ്ന പരിഹാര ശ്രമം, 5 തുടർച്ചയായ പിന്തുണ. ഓക്കെ, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതായി ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സിന്റെ സ്റ്റേജസ് ആണ്, സ്റ്റെപ്സ്, ഘട്ടങ്ങൾ. പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യയുടെ ഘട്ടങ്ങൾ. ഓക്കെ, അതിൽ ഒന്നാമത്തേത് ഇനിഷ്യൽ അസസ്മെന്റ്. ആദ്യഘട്ട വിലയിരുത്തൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. ഞാൻ പഠിപ്പിക്കുന്നതിന്റെ നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാം, PDF ആയിട്ട് അയച്ചു തരാം. എങ്കിലും എഴുതിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യഘട്ട വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ സംഭവത്തിന്റെ തീവ്രതയും വ്യക്തിയുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കുക എന്നതാണ് ആദ്യഘട്ട വിലയിരുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവത്തിന്റെ തീവ്രതയും വ്യക്തിയുടെ മാനസിക അവസ്ഥയും. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ പ്രതിസന്ധി അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ചിലപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമുക്കത് ചെറിയൊരു മാറ്റർ ആയിരിക്കാം. പക്ഷെ ഓരോരുത്തർക്കും ആ പ്രതിസന്ധിയോടുള്ള മനോഭാവമാണ് ആ വ്യക്തിയെ മാനസിക ആരോഗ്യമുള്ള വ്യക്തിയാക്കി തീർക്കുന്നത്. ചിലപ്പോൾ സംഭവം നിസ്സാരമായിരിക്കാം. ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, അതിന്റെ പിന്നിലുള്ള മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ചിലപ്പോൾ സംഭവം വലിയ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ ആ വ്യക്തിക്ക് ഒരു മാനസികാവസ്ഥയും കാണത്തില്ല, അല്ലെങ്കിൽ വളരെ ലാഘവത്തോടുകൂടെ കാണുന്നവരും ഉണ്ട്. അപ്പോ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യഘട്ട വിലയിരുത്തൽ ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യഘട്ട വിലയിരുത്തൽ, ഇനിഷ്യൽ അസസ്മെന്റ്. ഇതില് നമ്മൾ മനസ്സിലാക്കുന്നത് സംഭവത്തിന്റെ തീവ്രതയും വ്യക്തിയുടെ മാനസിക അവസ്ഥയും മനസ്സിലാക്കുക എന്നതാണ്. രണ്ടാമത്തത് സുരക്ഷ ഉറപ്പാക്കുക. ഇംഗ്ലീഷില് എൻഷുർ സേഫ്റ്റി, ENSURE, എൻഷുർ സേഫ്റ്റി, SAFETY, സേഫ്റ്റി. സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് സ്വയം തൊഴിലോ തത്തുല്യമായി വരാവുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകുക. സ്വയം തൊഴിലോ തത്തുല്യമായി വരാവുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകുക, സുരക്ഷ ഉറപ്പാക്കുക. അപ്പോ സാമൂഹികമായിട്ടുള്ള ദുരന്തങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ സംഭവിച്ച് ചിലപ്പോ വ്യക്തികളുടെ ഏക ആശ്രയ വരുമാനം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെയുള്ളവർക്ക് ഉള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്, അവരനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതായിരിക്കാം. അവർക്ക് ഏക ആശ്രയമായിരുന്ന
സാഹചര്യങ്ങളില്ല ഇല്ലാതായി തീർന്നു എന്നുള്ളതായിരിക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അവരെ സ്വയം തൊഴിലിനോ അല്ലെങ്കിൽ തത്തുല്യമായി വരാവുന്ന അപകടങ്ങളിൽ നിന്ന് അവർക്ക് ഒരു മോചനം, രക്ഷ നൽകുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് നല്ല ബന്ധം സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട്. നല്ല ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ ഈ ബന്ധം സ്ഥാപിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാനുഭൂതിയോടെയും വിമർശനരഹിതമായ സമീപനത്തിലൂടെയും വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോ ഇത് ഏതൊരു കൗൺസിൽ, ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. സഹാനുഭൂതിയോടെയും വിമർശനരഹിതമായ സമീപനത്തിലൂടെയും വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഏതൊരു കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ ഏതൊരു കൗൺസിലർക്കും ഉണ്ടാകേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ഈ റാപ്പോർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട്, നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയും സ്പെല്ലിംഗ് എന്ന് പറയാമോ? പറഞ്ഞുതരാം. RAPPORT, RAPPORT, റാപ്പോർട്ട്. അത് റാപ്പോർട്ടിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർട്ട് ടു ഹാർട്ട്. നമ്മൾ ഹൃദയങ്ങൾ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ബിൽഡിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർട്ട് ടു ഹാർട്ട്, പേഴ്സൺ ടു പേഴ്സൺ. വ്യക്തികൾ തമ്മിൽ ഒരു സുതാര്യ ബന്ധം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നദി കടന്നപ്പുറത്ത് പോകണമെങ്കിൽ പാലം ആവശ്യമാണ്. അപ്പൊ അതുപോലെ ഒരു വ്യക്തിയോട് നമ്മൾ അല്ലെങ്കിൽ സംസാരിക്കണം, നല്ലൊരു തുറന്ന സമീപനം നിലനിർത്തണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒരു റാപ്പോർട്ട് നമ്മൾ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ കൗൺസിലിംഗ് ടേമിൽ പറയുന്നതാണ് റാപ്പോർട്ട് എന്നുള്ളത്, നല്ല ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ ഈ ബന്ധം നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഒരിതായ കഴിവാണല്ലേ. ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കും. നമ്മൾ അവരോട് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർ ഹായ് പറഞ്ഞായിരിക്കും, ചിലര് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടായിരിക്കാം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കാം, അല്ലേ? പിന്നെ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് വെളിയിലാണെങ്കിൽ മലയാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട്, അല്ലേ, നാട്ടിൽ എവിടാന്ന് ആദ്യം ചോദിക്കും, അല്ലേ? അത് അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ, ഓ നിങ്ങൾ മലയാളി, ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ ഓൾറെഡി അങ്ങ് റാപ്പോർട്ട് ആകുകയാണ്. അപ്പോൾ തന്നെ ഈ കൗൺസിലർ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടിയ ഒരു ക്വാളിറ്റി, യോഗ്യതയാണ് ഈ റാപ്പോർട്ട്, ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി. അത് ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലൂടെ ആയിരിക്കാം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിലൂടെ ആയിരിക്കാം. ഈ പ്രശ്നവും പേറി നമ്മുടെ അടുക്കൽ വരുന്ന കൗൺസിലി പല ചിന്തയോടുകൂടി ആയിരിക്കാം വരുന്നത്. അയ്യോ, ഓൾറെഡി പ്രശ്നം, എനിക്ക് ഇത്രയും മാത്രം പ്രശ്നമുണ്ട്, ഇനിയിപ്പോ ഞാൻ കാണാൻ പോകുന്ന വ്യക്തി ഇനി എങ്ങനത്തെ ആളായിരിക്കും, എന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണോ അതോ പ്രശ്നങ്ങളെ വഷളാക്കുവോ എന്നുള്ള ചിന്താഭാരത്തോടുകൂടി ആയിരിക്കും വരുന്നത്. അപ്പോ അങ്ങനെ ചിന്തയോടുകൂടെ വരുന്ന ഒരു വ്യക്തി കൗൺസിലർ അതിനേക്കാളും ടെൻഷൻ അടിച്ച് നിൽക്കരുത്. അയ്യോ, ഏത് തരത്തിലുള്ള കേസായിരിക്കും എനിക്ക് വരുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൂരെ നിന്ന് ക്ലയന്റ് കാണുമ്പോൾ തന്നെ അവർക്കും മനസ്സിലാവും, അവരും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ശ്രദ്ധിക്കും, അല്ലേ? അപ്പോ ഒരു കൗൺസിലർ ദൂരെ നിന്ന് വരുമ്പം തന്നെ കൗൺസിൽ ചിന്തിക്കുന്ന എന്താണ്, കക്ഷി ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അങ്ങ് തുടങ്ങുമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണം? ഓ, ആദ്യം ഒരു വിഷ് ചെയ്യുക, അല്ലെ? രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ ഒരു വിഷ് ചെയ്തിട്ട് നിങ്ങൾ രാവിലെ യാത്ര തിരിച്ചോ, ചായ കുടിച്ചോ എന്നൊരു കാഷ്വൽ ടോക്കിലൂടെ നമുക്ക് ബന്ധം തുടങ്ങാനായിട്ട് കഴിയും. പിന്നെ ഓക്കെ, കാഷ്വൽ ടോക്കിലൂടെ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ക്ലിനിക്കിലോട്ട്, റൂമിലോട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് സ്ഥലത്തേക്ക് അവർ അനയിക്കുകയും
സാധാ ഇപ്പൊ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള കൗൺസിലിംഗ് ആണെങ്കിൽ, പേഴ്സൺ പേഴ്സൺ സെന്റേഡ് കൗൺസിലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമാണ് ഇരിക്കുന്നെങ്കിൽ ആ കൗൺസിലിംഗ് റൂമിൽ 2 ചെയർ മാത്രമേ ഇടാവൂ. ഇട്ടിട്ട് അത് ഫേസ് ടു ഫേസ് ഇടണം, നിശ്ചിത അകലത്തിലായിരിക്കണം ഇടേണ്ടത്. ഇട്ട ശേഷം കൗൺസിലർ, ഇപ്പം കൗൺസിലിംഗ് വരുന്ന വ്യക്തിയാണ് ഇവിടെ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ നമ്മൾ അവരെ ഇരുത്തണമല്ലോ. ഗസ്റ്റിനല്ലേ നമ്മൾ ഒരു ഭവനത്തിൽ നിന്ന് നമ്മൾ ഇരിക്കാൻ അനുവദിക്കുന്നത്? ആദ്യം ഗസ്റ്റിനെയാണ് അല്ലേ? അപ്പൊ അതുപോലെ കൗൺസിലിൽ ഇരിക്കാനായിട്ട് അനുവദിക്കുക. ഓക്കെ, അപ്പോൾ അവരിരിക്കും. അവരൊത്തിരി പിരിമുറുക്കത്തോടുകൂടി ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത അകലത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇരുന്നിട്ട് കൗൺസിലർ ഒത്തിരി എന്തോ ഹറിബറി ആകാതെ സാവധാനം അവരോട് കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് കൗൺസിലിംഗ് എന്താണ്, അല്ലെങ്കിൽ താങ്കൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒന്ന് വ്യക്തമാക്കാവോ എന്ന് ചോദിക്കണം. അല്ലാതെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും പ്രശ്നക്കാരനെന്നാണ് ഈ വ്യക്തിയെ കരുതിയിരിക്കുന്നത്. അപ്പോൾ കൗൺസിലറും പറയാണ്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ ചിന്തിക്കുമോ, കൗൺസിലർ എന്നെ പ്രശ്നക്കാരനായിട്ടാണല്ലോ കാണുന്നത്. അതിനേക്കാൾ ആ പ്രശ്നം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഞാൻ ഏത് വിധത്തിലുള്ള സഹായമാണ് എന്നിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്ന വാക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാണ് അല്ലേ? നിങ്ങൾ എന്നിൽ നിന്ന് ഏത് തരത്തിലുള്ള സഹായമാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് വിധത്തിലാണ് താങ്കളെ സഹായിക്കേണ്ടത്. അപ്പോൾ അവർ പറയും, ഞാൻ കൗൺസിലിംഗ് സാറിങ്ങനെ കൗൺസിലിംഗ് ചെയ്യുമെന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിനാണ് വന്നത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് കൗൺസിലിംഗ് എന്ന വാക്ക്, അവർ പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ എടുക്കാം. ഓക്കെ, കൗൺസിലിംഗ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പേരും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും. കൗൺസിലിംഗ് എന്താണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഇത് പറയിപ്പിക്കുന്നത് നമ്മൾ അവരെ കൗൺസിലിംഗ് എന്താണെന്ന് അവരെ ഡെഫിനിഷൻ പഠിപ്പിക്കാനായിട്ടുള്ള ചിന്തയല്ല. അവർ ഒത്തിരി പ്രശ്നം വേറെയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ പ്രശ്നത്തിന്റെ തീവ്രത ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, നമ്മളൊരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ അവരുമായിട്ടൊന്ന് തുറന്നു പറയാനായിട്ട് ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കാണ്. ഇത് പൊതുവേ ഉള്ള ടെക്നിക്കാണ്. അപ്പോൾ തന്നെ ഓരോരുത്തർക്കും അത് കഴിവാണ്. ഓരോരുത്തരുടെ പെട്ടെന്ന് അവരെ സംസാരിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, ഓരോരുത്തർ പറയട്ടെ. അപ്പോൾ അവരോട് ഈ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള കാര്യം പറയും. അപ്പോൾ നമുക്കറിയാം എന്താണ് കൗൺസിലിംഗും അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് അതിന്റെ തിയറി കറക്റ്റായിട്ട് അറിയെങ്കിലും കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തിയെ കൊണ്ട് നമ്മൾ പറയിക്കുക. അവരിന് പറയുന്നത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് ചിരിക്കുകയോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ ചെയ്യരുത്. അവർ പറഞ്ഞത് പൊട്ട തെറ്റാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഈസ് ഹെൽപ്പിംഗ് എ നോർമൽ പേഴ്സൺ ഹൂ ഈസ് അൺഹാപ്പി ഓർ ആൻഷ്യസ്. വിഷാദത്തിലും ഉത്കണ്ഠയിലും ആയിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത്, അവർ ചിലപ്പം പറയും മാനസിക പ്രശ്നമുള്ളവർക്കാണ് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. അവരെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് അത് ശരിയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇതാണെന്ന് പറയും. അപ്പോൾ ഇനി അവരെ കൊണ്ട് തന്നെ പറയുക, എല്ലാ സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിക്കും, ഏതൊരു നോർമൽ പേഴ്സണും കൗൺസിലിംഗ് ആവശ്യമാണ്. അപ്പോൾ അത് അവരെ പറയിപ്പിക്കുകയും അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പാഠം അവർ മനസ്സിലാക്കുകയാണ്, ഞാനൊരു നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണ്, ഞാനൊരു അബ്നോർമൽ അല്ല എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ചിരിക്കും, ഞാൻ കൗൺസിലറിന്റെ അടുത്ത് വന്നിരിക്കും, എനിക്ക് എന്തോ മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി അവിടെ കുറയാണ്, തീവ്രത അവിടെ കുറയാണ്. അവരിച്ചിരി ഒന്ന് സോഫ്റ്റ് ആണ്. പിന്നെ അടുത്ത് നമുക്ക് ചോദിക്കാം, അപ്പൊ ഏത് വിധത്തിലുള്ള സഹായമാണ് എന്ന്. അപ്പൊ അവരൊന്ന് കൺഫ്യൂഷൻ ആകും, എന്ത് പറയണം ഏത് പറയണമെന്ന്. അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് കൊടുക്കാം. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ, ഈ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രയാസം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇപ്പൊ ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം,
ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായം നിങ്ങളുടെ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ, ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. പ്രയാസം എന്ന് പറയേണ്ട, പ്രോബ്ലം എന്ന് പറയേണ്ട, പ്രശ്നം എന്ന് പറയേണ്ട, പ്രതിസന്ധികളുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ട്. എന്താണ്? ചിലരെ സംബന്ധിച്ചിടത്തോളം പഠനത്തെ കുറിച്ചുള്ളതായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുള്ള ഒരു സമാധാന ഇല്ലാത്ത അന്തരീക്ഷമായിരിക്കും. ചിലർക്ക് നിങ്ങൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കാത്തതായിരിക്കാം, ഒരു അംഗീകാരം ലഭിക്കാത്തതായിരിക്കും. ചില സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങളെ മനസ്സിലാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് അഫെയർ ആയിരിക്കാം. ഇങ്ങനെ ഒരു 4-5 കാര്യം കൂട്ടം പറയും. നമ്മൾ ഏത് കാര്യമാണ് ഏത് വിരൽ കാണിച്ച് പറഞ്ഞെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. ഇതൊരു ടെക്നിക്കാണ്. അപ്പോ എന്നിട്ട് പറയും, നിങ്ങൾ ഇതിലേത് പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇതിലേത് കാര്യമാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു സംശയത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു ക്ലൂ കൊടുക്കുകയാണ്. അപ്പോഴവർ നമ്മൾ 6 കൂട്ടം കാര്യം പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ സാവധാനത്തിൽ വേണം അത് പറയുമ്പോൾ 6 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കും. അവർ പറയാൻ ചിലപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം, ഒരു ക്ലൂ കൊടുക്കാം. ഇപ്പൊ എന്തിനും ക്ലൂ ആണല്ലോ. ഓക്കെ, ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, ഇതിലേത് കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? അപ്പോഴേ ഇവര് ഏതെങ്കിലും ഒരു വിരൽ തൊടും. അപ്പോൾ അവിടെ തൊടുമ്പോൾ 3-മത്തെ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവിടെ ക്ലാഷ് ആവും. അതൊരു ടെക്നിക്കാണ് കേട്ടോ, കൗൺസിലർ എന്ന നിലയിൽ ഒരു ടെക്നിക്കാണ്. ഞാൻ ചെയ്ത് പലപ്പോഴും അത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ 3-മത് പറഞ്ഞത് ഒരു അംഗീകാരം, ഫ്രണ്ട്സിൽ നിന്നൊരു അംഗീകാരം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഓക്കെ, നമ്മളത് ഓർത്ത് ഓക്കെ ശരി. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രയാസം നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒത്തിരി സ്നേഹം കിട്ടണം, അതിൻ്റെതായ അംഗീകാരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരുടേതായ പ്രയാസം നമ്മൾ അവർ പറയാതെ തന്നെ നമ്മൾ പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അംഗീകാരമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിലേക്ക് പോകും. കൂടുതലും ഈ കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടേതായ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണിക് വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ലവ് അഫെയർ എന്ന് പറയുന്നത്. അതൊന്നും സീരിയസ് ആയിട്ടായിരിക്കത്തില്ല. ചിലപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരെ സ്നേഹിക്കത്തില്ലയോ അംഗീകരിക്കത്തില്ലാത്ത വിഷയമായിരിക്കും. അപ്പോൾ എല്ലാവരും അല്ല, ചിലര് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു വ്യക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതവരെ ഏത് രീതിയിൽ അവരെ ബാധിക്കുക, ലവ് അഫെയർ അല്ല നമ്മുടെ വിഷയം, ആ വ്യക്തി, ആ കുഞ്ഞാണ് നമ്മുടെ വിഷയം. നീ ഇത്രയും നല്ല കുടുംബത്തിൽ ജനിച്ചത്, നീ ഇത്ര കുഞ്ഞിലെ നീ സ്നേഹിക്കാൻ പോയോ എന്നുള്ള മുൻവിധിയോടുകൂടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഴുന്നേറ്റ് ഓടും. അപ്പോ നമ്മൾ അവരെ അംഗീകരിക്കാനും ഈ പ്രായത്തിൽ, ഓക്കെ, കുഞ്ഞു പറഞ്ഞത് വളരെ, ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയാണ്, പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൗൺസിലിങ്ങിലേക്ക് നമുക്ക് അതിലൂടെ ആ റാപ്പോർട്ട് ബന്ധം ബിൽഡ് ചെയ്യുകയാണ്. പിന്നെ ഓരോന്നായിട്ട് അവർ പറയാനായിട്ട്. അടുത്ത് ആക്റ്റീവ് ലിസണിങ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? നമ്മൾ ലിസണിങ് ചെയ്യണം. സഹാനുഭൂതിയോടെയും വിമർശനരഹിതമായ സമീപനത്തിലൂടെയും വിശ്വാസം വർദ്ധിപ്പിക്കണം. 4-മത്തെ കാര്യം പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. ഐഡന്റിഫൈ മേജർ പ്രോബ്ലംസ്. ഓക്കെ, ഐഡന്റിഫൈ മേജർ, പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ വ്യക്തീകരിച്ച് അതിന് പരിഹാര മാർഗങ്ങൾ കാണിക്കും. അപ്പോൾ കൗൺസിലിൽ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരം കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ പരിഹാരം ആക്ച്വലി കൗൺസിലർ അല്ല പരിഹാരം കൊടുക്കുക. ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിൽ വരുമ്പോൾ ചില പരിഹാരങ്ങൾ നമ്മൾ അടിയന്തരമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ചോയ്സ് കൗൺസിലിയുടെയാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുകയുള്ളൂ, പക്ഷേ ചോയ്സ് അവരാണ് ചെയ്യേണ്ടത്. നീ ഇന്നതേ ചെയ്യാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. 5-മത്തത് എൻകറേജ്
ഇമോഷണൽ എക്സ്പ്രഷൻ. ഇമോഷണൽ എക്സ്പ്രഷൻ അതായത് ഭാവങ്ങൾ തുറന്നു പറയാൻ സഹായിക്കുക. ഭാവങ്ങൾ തുറന്നു പറയാൻ സഹായിക്കും. ആകുലത, ദുഃഖം, ഭയം, പക തുടങ്ങിയവ തുറന്നു പറയാൻ ആത്മവിശ്വാസം നൽകുക. ആറാമത്തേത് പ്രതിരോധ രീതികൾ കണ്ടെത്തുക. പ്രതിരോധ രീതികൾ കണ്ടെത്തുക. അപ്പോൾ ഏതൊരു വ്യക്തിയും പറയുന്ന പ്രയാസങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം മുമ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇന്ന ഇന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ഭയത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിഷയമായിരിക്കാം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിധം ഭയപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് നമ്മൾ അവസരം കൊടുത്തിട്ട് അവരങ്ങനെ പറയുവാണെങ്കിൽ പറയും. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം, ഇതിന് തത്തുല്യമായിട്ടുള്ള പ്രയാസം നേരിട്ട സംഭവങ്ങൾ അവർ പറയാൻ സാധ്യതയുണ്ട്. പറയുമ്പോൾ നമുക്ക് ചിന്തിക്കും, നിങ്ങൾ അത്തരത്തിലുള്ള പ്രയാസം അന്ന് നേരിട്ടപ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അപ്പോൾ അവർ തന്നെ കുറെ ചിന്തിച്ചിട്ട്, അത് ഞാൻ മറക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇന്ന ഓരോ അതിജീവനത്തിന്റെ കഥ പറയും. അപ്പോൾ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നമ്മൾ ബൈബിളിൽ ഒരു വാക്യം പഠിച്ചല്ലോ അല്ലേ? ദൈവം പരീക്ഷ സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം നമുക്ക് നൽകുകയില്ല. ദൈവം വിശ്വസ്തനാണ്. അവൻ പരീക്ഷയോടുകൂടെ പോക്ക് വഴി നമുക്ക് തരും. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതിൽ ഞാൻ തളർന്നു പോകും എന്നുള്ള ഒരു അവിശ്വാസം നമ്മുടെ വരും അല്ലേ? പക്ഷെ എല്ലാവർക്കും പ്രയാസങ്ങൾ അതിജീവിക്കാനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ് അറിയാതെ വരുമ്പോഴാണ് ഒരു കൗൺസിലറുടെ സഹായം തേടുന്നത്. പ്രതിരോധ രീതികൾ കണ്ടെത്തുക. മുൻകാലത്തിൽ മുൻകാലത്തിൽ രീതിയിൽ തയ്യാറാക്കുക. പുതുതായ മുൻകാലത്തിൽ ഉപയോഗിച്ച പ്രതിരോധ രീതികൾ തിരിച്ചറിയുക. അവര് എങ്ങനെയാണ് മുൻകാലത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെ അതിജീവിച്ചത് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ തന്നെ പുതുതായിട്ട് അനുയോജ്യമായവ നിർദ്ദേശിക്കുക. ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ലേ എന്നൊരു ക്ലൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉചിതമായിട്ടുള്ള പരിഹാര മാർഗം എന്താണെന്ന് തിരഞ്ഞെടുത്ത് അതിനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ആറാമത്തെ കാര്യം. ഏഴാമത്തത് പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക. ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ. പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക. അപ്പോൾ താൽക്കാലികമായി സമതുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുക. അപ്പോൾ വന്നത് വന്നു, അല്ലെങ്കിൽ സംഭവിച്ചത് സംഭവിച്ചു. ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കി താൽക്കാലികമായെങ്കിലും ഒരു പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. 8 അവസാനത്തെ ഫോളോ അപ്പ്. റഫറൽ ആണ്. ആവശ്യമെങ്കിൽ വിദഗ്ധ സേവനങ്ങളിലേക്കുള്ള റഫറൽ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിസന്ധി ഇടപെടലിന്റെ സാങ്കേതിക വിദ്യയുള്ള പലതരത്തിലുള്ള ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. 8 വിധമായ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊന്നും നിന്നില്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാളെ, വിദഗ്ധമായ ഒരാളെ നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് 8ാമത്തെ കാര്യം, ഫോളോ അപ്പ്. ഈ 8 കാര്യങ്ങൾ ഏതെങ്കിലും മനസ്സിലാകാതുണ്ടോ? ഇങ്ങനെ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ആദ്യഘട്ട വിലയിരുത്തൽ. 2 സുരക്ഷ ഉറപ്പാക്കുക. 3 നല്ല ബന്ധം സ്ഥാപിക്കുക. 4 പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. 5
പാപങ്ങൾ തുറന്നു പറയാൻ സഹായിക്കുക. 6 പ്രതിരോധ രീതികൾ. 7 പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക. 5 റഫറൽ ഫോളോ അപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പാസ്റ്റർ പ്രിൻസൺ ബേബി കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എന്റെ കെയർ ഓഫിൽ പാസ്റ്റർ വന്നതാണ്. പ്രസിഡന്റ് ബേബി പാസ്റ്റർ ആണ്. പുള്ളി ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ. പ്രൈസ്. എന്റെ പേര് സാറ് പറഞ്ഞ പോലെ പ്രിൻസൺ എന്നാണ്. ഞാൻ ഷാരോൺ സഭയുടെ ഇളമ്പൽ സഭാ ശുശ്രൂഷകനായിട്ട് ഇപ്പൊ സേവനം അനുഷ്ഠിക്കുന്നു. എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. കർത്താവ് ഞങ്ങളെ ഏകരമായി നടത്തുന്നു. സാർ എന്നെ ന്യൂ ലൈഫ് സെമിനാരിയിൽ തിരുവചനം പഠിപ്പിച്ച ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ വെച്ചാണ് പരിചയം. ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ദൈവം ഇടയാക്കിയത്. അത് മുഖാന്തരമാണ് ഇങ്ങനെ ഈ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ ദൈവം ഒരു അവസരം തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, വഴിയെ നമുക്ക് പിന്നീട് ബാക്കി എല്ലാവരെയും പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ സൈമൺ സാറിനോട് പറഞ്ഞപ്പോഴേക്കും